നരിക്കുനിയിലെയും സമീപ പ്രദേശങ്ങളിലെയും കിടപ്പു രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും പക്ഷാഘാതമുള്ളവർക്കും അടിസ്ഥാന സാന്ത്വന പരിചരണം ഉറപ്പാക്കുന്നതിനുള്ള ഒരു എളിയ തുടക്കം എന്ന നിലയിൽ 2005 ഓഗസ്റ്റിൽ ഒരു രജിസ്ട്രേഡ് ചാരിറ്റബിൾ സൊസൈറ്റിയായി നരിക്കുനി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രവർത്തനം ആരംഭിച്ചു. അസിസ്റ്റന്റ് ട്രീറ്റ്മെന്റ് ഹെൽത്ത് കെയർ ടു ഓൾ നീഡി ഇൻഡിവിജ്വൽസ്. അത്താണി 7 പഞ്ചായത്തുകളിൽ ഹോം കെയർ സേവനങ്ങളും പാലിയേറ്റീവ് കെയറിൻ്റെ അന്തസ്സത്തായ സമ്പൂർണ്ണ പരിചരണവും രോഗികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പാലിയേറ്റീവ് OP, ഹോം കെയർ എന്നീ സേവനങ്ങളും പാവപ്പെട്ട രോഗികൾക്കുള്ള ഭക്ഷണ കിറ്റ്, വാട്ടർ ബെഡ്, വീൽ ചെയർ, ക്രച്ചസ്, വാക്കർ, വിദ്യാഭ്യാസ സഹായം തുടങ്ങിയ സേവനങ്ങളും നൽകി അത്യന്തം ഊർജദായകമായ കർമ്മനിറവിൽ നീണ്ട 20 വർഷങ്ങളായി അത്താണി അനവധി മനുഷ്യരിൽ കാരുണ്യമഴയായി പെയ്തിറങ്ങുകയാണ്. ഓരോ പ്രദേശത്തുമുള്ള ആളുകൾ അവരെ സംരക്ഷിക്കാൻ ആരോരുമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ ആ പ്രദേശത്തുള്ള സാംസ്കാരിക സംഘടനകൾ, മഹല്ല് കമ്മിറ്റികൾ, അമ്പല കമ്മിറ്റികൾ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയിട്ടുള്ള ആളുകൾ അത്താണിയെ വിവരമറിയിക്കുകയും അത്താണിയിലെ കമ്മിറ്റിയുടെ അന്വേഷണ വിഭാഗം അവിടെ ചെന്ന് അന്വേഷണം നടത്തി അത്താണിയിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അവരെ ഏറ്റെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കമ്മിറ്റി എല്ലാ വിഭാഗം ആളുകളും ഉൾക്കൊള്ളുന്നതാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും സ്ത്രീകളും പുരുഷന്മാരുമൊക്കെയായിട്ട് കക്ഷി രാഷ്ട്രീയ ജാതി മത ലിംഗ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്ന സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അത്താണി അഗതി മന്ദിരം ഉയർന്നു വരാൻ പ്രധാന കാരണക്കാരൻ ഇദ്ദേഹമാണ്, രാജൻ. പതിവ് ഹോം കെയറുകൾക്കിടയിലാണ് രാജനെ കണ്ടുമുട്ടുന്നത്. നട്ടെല്ലിന് ക്ഷതമേറ്റ് പരിചരിക്കാനോ കൂട്ടിരിക്കാനോ ആരുമില്ലാതെ ദുർബലമായ ഒരു കൂരയിൽ കഴിയുകയായിരുന്നു അയാൾ. രാജന് ആഴ്ചയിലെ ഹോം കെയർ സന്ദർശനങ്ങൾ അപര്യാപ്തമാണെന്ന തിരിച്ചറിവിലാണ് അത്താണി അഗതി മന്ദിരം ഉയർന്നു വരുന്നത്. ഒരു മനുഷ്യസ്നേഹി സൗജന്യമായി നൽകിയ തൻ്റെ തറവാട്ടു വീട്ടിലാണ് ഈ മന്ദിരത്തിന് തുടക്കം കുറിച്ചത്. സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്നതായിരുന്നു സമൂഹം നേരിട്ടുകൊണ്ടിരുന്ന മാനസികാരോഗ്യ പ്രതിസന്ധികൾ. ഇവർക്കായി നിലവിൽ സൈക്യാട്രിസ്റ്റിൻ്റെ മേൽനോട്ടത്തിൽ ഗൃഹസന്ദർശനവും ഡേ കെയറും മരുന്ന് വിതരണവും നടന്നുവരുന്നു. ഇവയ്ക്കു പുറമെ അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ തൊഴിലധിഷ്ഠിത ട്രെയിനിങ്ങുകളും തൊഴിൽ സംരംഭങ്ങളും ആരംഭിക്കുകയും മറ്റു ഭിന്നശേഷി വിഭാഗങ്ങൾക്കു കൂടി പ്രയോജനപ്പെടുന്ന രൂപത്തിലേക്ക് വിപുലപ്പെടുത്തുകയും ചെയ്തു. കിഡ്നി രോഗികൾ പ്രധാനമായും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് ഡയാലിസിസ്. അത്തരം രോഗികളുടെ പ്രയാസം മനസ്സിലാക്കി അവർക്കായി ആരംഭിച്ചതാണ് അത്താണി ഡയാലിസിസ് സെന്റർ. പ്രദേശത്തിലെ പേഷ്യൻസിന് മുൻഗണന കൊടുത്തുകൊണ്ട് 2018 ആരംഭിച്ച അത്താണി ഡയാലിസിസ് സെന്റർ ഇപ്പോൾ നിലവിൽ 5 വർഷം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. 17 മെഷീനുമായി ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഡയാലിസിസ് സെൻ്ററുകൾ ഒന്നാണ് അത്താണി ഡയാലിസിസ് സെൻ്റർ. അത്താണി ഡയാലിസിസ് സെൻ്ററിനെ മറ്റുള്ള ഡയാലിസിസ് സെൻ്റർ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ട്രീറ്റ്മെൻറ്റിലെ ക്വാളിറ്റി തന്നെയാണ്. രോഗികളെയും കുടുംബത്തെയും എല്ലാ രൂപത്തിലും പ്രത്യേകിച്ച് സാമ്പത്തികമായി ബാധിക്കുന്ന ഡയാലിസിസ് സംവിധാനം മികച്ച നിലവാരത്തിൽ ആരംഭിക്കുവാനും 78 രോഗികൾക്ക് നിലവിൽ ഡയാലിസിസ് കൊടുക്കാനും സാധിക്കുന്നു. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഫിസിയോതെറാപ്പി യൂണിറ്റിൽ 100ഓളം പേർക്ക് OP സേവനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനു പുറമെ 2 ഫിസിയോതെറാപ്പി ഹോം കെയർ യൂണിറ്റും പ്രവർത്തിച്ചു വരുന്നു. കൗൺസിലിംഗ് സെന്റർ, സ്പീച്ച് തെറാപ്പി സെന്റർ എന്നിവയ്ക്കു പുറമെ സേവനങ്ങളുടെ പുതിയ മേഖലകൾ താണ്ടിക്കൊണ്ടിരിക്കുകയാണ് അത്താണി. നിലവിലുള്ള സംവിധാനങ്ങൾക്ക് പുറമെ അത്താണിയിൽ പുതുതായി ആരംഭിച്ച ഗ്രേസ് ഗാർഡൻ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന വയോധികർക്കും മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും പകൽ സമയം ക്രിയാത്മകമായി ചെലവിടാൻ പറ്റുന്ന രീതിയിൽ രൂപപ്പെടുത്തിയതാണ്. ഈ വർഷം ഉദ്ഘാടനം നിർവഹിച്ച അത്താണി ഹാർമണി വില്ലേജിൽ മേൽപ്പറഞ്ഞ വിഭാഗങ്ങൾക്ക് കുടുംബസമേതം ഒന്നിച്ചു താമസിക്കാവുന്ന 8 അപ്പാർട്ട്മെന്റുകൾ ഒരുങ്ങിക്കഴിഞ്ഞു.
അതോടൊപ്പം താമസക്കാർക്ക് ഏതെങ്കിലും തൊഴിലിൽ പ്രാവീണ്യം നേടുന്നതിനും സ്ഥിര വരുമാനം ലഭിക്കുന്നതിനും ഇവിടെ സൗകര്യമായിരിക്കും. സാന്ത്വനത്തിൻ്റെ വറ്റാത്ത മധു നുകരുകയാണിവർ. എവിടേക്കോ ഒലിച്ചുപോയ ജീവിതത്തിലേക്ക് അത്താണിയിലൂടെ സഹാനുഭൂതിയുടെ പച്ചനാമ്പുകൾ തളിരിടുകയാണ്. അതിർത്തികളില്ലാത്ത മാനവികതയുടെ ആകാശത്തെ നിവർത്തിയിട്ടിരിക്കുകയാണ് ഇവിടെ. കാലത്തിൻ്റെ പരിക്കുകളേറ്റ് ഏകാന്തതയുടെ കടുത്ത ശാസനകൾക്ക് വിധേയമായി രോഗം നൽകിയ ദൈന്യതകൾക്കിടയിലൂടെ മരണത്തിൻ്റെ ഇടനാഴികൾ മാത്രം കാത്തിരുന്ന മനുഷ്യരിപ്പോൾ തെളിഞ്ഞ ജീവിത പരിസരത്തിലാണ്. ഈ ഹതഭാഗ്യരോട് നീതി ചെയ്യാനായി ഉണർന്നിരിക്കുന്ന മാനുഷികതയുടെ പേരാണ് അത്താണി. നിരവധി അന്തേവാസികൾക്ക് രക്തബന്ധത്തിൻ്റെ തണലൊന്നുമില്ല. അവസാന ചിതയൊരുക്കാൻ വിറകുകൊള്ളി പോലും സമ്പാദ്യമായിട്ടില്ല. അത്താണി എന്ന ഹൃദയാഹാരിയായ സാന്ത്വനത്തണലിൽ അവരെത്ര ആഹ്ലാദരെന്ന് ഞങ്ങൾ അറിയുന്നു. സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, നെഞ്ചിലേറ്റിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ ഓരോ അംഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് ഇന്ന് 20 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ നിന്നാണ്. മാത്രവുമല്ല, സ്ഥിരമായൊരു വരുമാനമില്ലാത്ത ഈ ഒരു സ്ഥാപനത്തെ നെഞ്ചിലേറ്റി ഓരോ മാസവും ഈ ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മോട് സഹകരിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട സമൂഹത്തിനും, വ്യാപാരി